ഇത് നമ്മുടെ നാട്ടിൽ തോത്താപ്പുരി എന്ന് പറയും, കിളിമൂക്ക് മാങ്ങ എന്ന് പറയും. ഇത് നമ്മുടെ നാട്ടിൽ തോത്താപ്പുരി എന്ന് പറയും, കിളിമൂക്ക് മാങ്ങ. ഇത് ഇപ്പം നാട്ടിൽ മാങ്ങ സീസൺ ആവാത്തതുകൊണ്ട് ഇപ്പോൾ കുറച്ചായ മാങ്ങയാണ് നമ്മളിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നിരവധി 38 ടൈപ്പുള്ള മാങ്ങകളുണ്ട് ഇവിടെ നമ്മുടെ മുതലമടയിൽ. ഇതിപ്പോൾ ഒരു 10 ടൈപ്പ് മാങ്ങകളാണ് ഇപ്പോൾ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. പിന്നെ റുമാനിയ എന്ന് പറഞ്ഞ മാങ്ങയുണ്ട്, മൂവാണ്ടനുണ്ട്, ബംഗനാപ്പള്ളി നല്ല മധുരമുള്ള മാങ്ങ, അതുപോലെ സിന്ദൂരം, അൽഫോൺസ. ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല റേറ്റ് കൂടിയ മാങ്ങയാണ്, നല്ല മാങ്ങ അൽഫോൺസ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 450. അതുപോലെ കുത്തൂസ് എന്ന് പറയുന്ന മാങ്ങ, നാടൻ മാങ്ങ. കാലാപ്പാടി എന്ന് പറഞ്ഞ മാങ്ങയാണ്. അതേപോലെ ഇതൊരു നാടൻ മാങ്ങയാണ്, നാട്ടി എന്ന് പറയും. അങ്ങനെ 10 ടൈപ്പുള്ള മാങ്ങകൾ നമ്മുടെ ഡിസ്പ്ലേയിലുണ്ട് നിലവിൽ. അല്ല, നമ്മൾ മുതലമടയിൽ നിന്ന് ഇത് നാട്ടി നാട്ടി നാട്ടി. ഇതെന്താ വില ഈ നാട്ടിക്ക്? നാട്ടിക്ക് 240. ഇത് കാലാപ്പാടി. ഇതിനെന്താ വില? 260. നല്ല മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങ. നല്ല മധുരമുള്ള മാങ്ങ അല്ലേ? കഴിഞ്ഞു. കുത്തൂസ് എന്ന് പറയുന്നത് ഒരു നാടൻ മാങ്ങ. ഏതാ? കുത്തൂസ്. കുത്തൂസ്. ഓക്കെ. എന്താ വില? ഇത് 160. 160. അൽഫോൺസ 450. മാങ്ങയുടെ നല്ല മാങ്ങ, രാജാവല്ലേ? രാജാവേ, നല്ല ടേസ്റ്റുള്ള മാങ്ങ. 450 അല്ലേ? 450. സീസൺ അല്ലാത്തതുകൊണ്ടാണ്. ഇത് സിന്ദൂരം. ഇതിനെന്താ വില? ഇത് 220. 220. ഇത് ബംഗനാപ്പള്ളി എന്ന് പറയും. ബംഗനാപ്പള്ളി. ഇതിൻ്റെ തൊലി നല്ല നൈസായിരിക്കും, ഉള്ളിൽ നല്ല ദശ ഉള്ള മാങ്ങ. ഇതിന് 220. 220 അല്ലേ? ഇത് മൂവാണ്ട്, നമ്മുടെ നാടൻ മാങ്ങ, നമ്മുടെ നാട്ടിലെല്ലാം കിട്ടുന്ന ടൈപ്പുള്ള മാങ്ങ. മൂവാണ്ട് 150. ഇത് റുമാനിയ, നമ്മുടെ ആപ്പിൾ ടൈപ്പ് മാങ്ങ, ആപ്പിളിൻ്റെ ഷേപ്പുള്ള റുമാനിയ അല്ലേ? റുമാനിയ. എന്താ വില? 180. എത്ര? 180. ഇത് തോത്താപ്പുരി എന്ന് പറയും. തോത്താപ്പുരി. എന്താ വില? ഇത് 150. 150. ഇത് എവിടെയാണ് ഇത് കൃഷി ചെയ്യുന്നത്? ഇത് കൃഷി ചെയ്യുന്നതെല്ലാം മുതലമടയിലാണ്. മുതലമട, പാലക്കാട് ജില്ലയിലെ മുതലമടയിൽ മാംഗോ സിറ്റി എന്ന് അറിയപ്പെടും. അവിടെ എങ്ങനെ ഇത്രയും മാമ്പഴങ്ങൾ കൃഷിയുള്ള കാലാവസ്ഥ കൊണ്ടാണ്? ഇത്രയും കാലാവസ്ഥ, അവിടെ അനുയോജ്യമായ കാലാവസ്ഥയും മണ്ണും എല്ലാം മാമ്പഴ കൃഷി ചെയ്യാനുള്ള. അവിടെ വന്നാൽ ഇത് മാങ്ങ പാട്ടെടുക്കാൻ പറ്റുമോ? പാട്ടകൃഷി ചെയ്യാൻ പറ്റുമോ? പാട്ടകൃഷി നമ്മളെ തോപ്പുകൾ ലീസിനെടുത്തിട്ട് ചെയ്യും.